എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷമാണ്. നമ്മുടെ രാജ്യം ഒട്ടാകെ അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയിൽ ഒരു വാർത്ത നമ്മൾ കേട്ടു. വാർത്ത ആദ്യം നമുക്കൊന്ന് കേട്ടു നോക്കാം, അതെന്താണെന്നുണ്ട്. പ്രതിപക്ഷ നേതാവായ ശേഷം രാഹുൽ ഗാന്ധി ആദ്യമായി പങ്കെടുക്കുന്ന സ്വാതന്ത്ര്യ ദിന ചടങ്ങായിരുന്നു. രാഹുൽ ഗാന്ധി ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. ഏറ്റവും പിന്നിൽ 4ാം നിരയിലാണ് രാഹുൽ ഗാന്ധിക്ക് ഇവിടം ഒരുക്കിയത്. അവിടെ ഇരുന്ന് അദ്ദേഹം മുൻപിലുള്ള കാഴ്ചകൾ കാണാൻ പോലും പ്രയാസപ്പെടുന്നത് ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാമായിരുന്നു. പിന്നീട് ഇതേ തുടർന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം അദ്ദേഹത്തിന് ഇരിപ്പിടം നൽകിയതിലടക്കം ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വിമർശനം ഉയരുന്നത്. 4ാം നിരയിൽ, അത് പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിമാർക്കും വിശിഷ്ട അതിഥികൾക്കും ഒക്കെ പിന്നിലായാണ് രാഹുൽ ഗാന്ധിക്ക് നൽകിയത്. പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തിന് ആദ്യ നിരയിൽ തന്നെ നൽകേണ്ടതാണ്. പക്ഷേ ഇങ്ങനെ 4ാം നിരയിലാണ് അദ്ദേഹത്തെ ഇരിച്ചത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെതായി വിശദീകരണം വരുന്നത് മറ്റു ഉദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഡൽഹിയിലുള്ള ആഘോഷം, ആ ആഘോഷത്തിൽ ഈ പറയുന്ന മന്ത്രിമാരും മറ്റു ആളുകളും ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഒക്കെ ഏറ്റവും പുറകിലാണ് രാഹുൽ ഗാന്ധിക്ക് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവരിപ്പോഴും രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് നേതാവായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു. അതായത് പ്രോട്ടോകോൾ പ്രകാരം പ്രതിപക്ഷ നേതാവിന് കൊടുക്കേണ്ടത് മുൻനിരയിലാണ്. അതായത് ഈ പറയുന്ന മന്ത്രിമാരുടെ കൂട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവാണ്, അങ്ങനെയാണ് എടുക്കേണ്ടത്. അതൊരു മാന്യതയാണ്, അങ്ങനെ വേണം പറയാ. ഇത് ഇല്ലാത്ത ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും നമുക്കൊരു അരോചകത്വം ഫീൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സാധനം പറയുന്നത്. കാരണം നമ്മളെ ദേശത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന പോലെ തന്നെ അത്രമാത്രം തുല്യം ഞാൻ പറയുന്നില്ലെങ്കിലും കട്ടക്ക് നിന്നിട്ടുള്ള ഒരു നേതാവാണ്. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് രണ്ടും തുല്യം തന്നെയാണ്. കാരണം പാർലമെന്റ് ആണ്, നിയമസഭയിലായാലും നേരെ നിന്നാണ് അവർ സംവാദം ചെയ്യുന്നത്. അപ്പൊ അതൊരു അവകാശമാണ്, ഒരു പ്രതിപക്ഷ നേതാവിനുള്ള അവകാശമാണ് അവിടെ നിഷേധിക്കപ്പെടുന്നത്. അതെ, എന്നിട്ട് 4ാമത്തെ നിരയിലേക്ക് മാറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ? ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരിപ്പോഴും ഇതൊരു രാജ്യമാണ്, ഇതൊരു രാജ്യത്തിന്റെ നിയമങ്ങളാണ്, ഇത് ഇങ്ങനൊരു സംഹിതയാണെന്നുള്ളതൊന്നും ഇവരുടെ മൈൻഡിൽ ഇല്ല. ഇവരെപ്പോഴും BJP, കോൺഗ്രസ് ഈ രീതിയിലാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ അവരുടെ നേരെ നിൽക്കുന്ന, അവർക്കെതിരെ സംസാരിക്കുന്ന ഒരു ശത്രുവിനെ കണക്കാണ് രാഹുൽ ഗാന്ധിനെ അവിടെ കണ്ടിട്ടുള്ളത്. രാഹുൽ ഗാന്ധി എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോ പാർലമെന്റിലൊക്കെ വളരെ ശക്തമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇവരെ എന്താ പറയാ, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ചടിച്ച് സംസാരിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിലും മോദിയോടൊക്കെ എതിർത്ത് ഭയങ്കര നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിദ്വേഷമാണ് ഇവിടെ വെച്ചു പുലർത്തുന്നതും അത് ഇത്തരത്തിൽ പ്രതികാരമായിട്ട് തീർക്കുന്നതും. രാഷ്ട്രീയ പരിപാടിയല്ലല്ലോ, രാജ്യത്തിന്റെ പരിപാടിയാണ്, സ്വാതന്ത്ര്യ ദിനാഘോഷമാണ്. ഇവർക്ക് രാജ്യസ്നേഹം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണേ. കാരണം രാജ്യം എന്ന് പറയല്ലാണ്ട് അതിന്റെ ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യുന്നില്ലല്ലോ നിയമപരമായിട്ട്. അവരെന്താ ചെയ്യണത്? രാജ്യഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പല കാലം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പലപ്പോഴായിട്ടെന്ന് പറഞ്ഞാൽ ഏത് കാലം മുതൽ ഇവരുണ്ടോ ആ കാലം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പറയും, ഇവര് വല്ല മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. മാറ്റം വരുത്തേണ്ടത് ഇതിന്റെ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെയുള്ള നമ്മുടെ വോട്ടിങ്, നമ്മുടെ പവർ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്താണ് നമ്മളത് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ട് ഇവരോട് കാര്യമില്ല. വൺസ് ഇവർ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഇഷ്ടമാണ് നടക്കുന്നത്. എന്നിട്ട് ഏറ്റവും എൻഡിൽ വന്നിട്ട് പണ്ട് 35 ലക്ഷം രൂപ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ 15 ലക്ഷം എത്ര പറഞ്ഞത് അക്കൗണ്ടിൽ കയറുന്നു പറഞ്ഞ പോലെ പല കാര്യങ്ങൾ പറയും. അതിൽ വിഡ്ഢികളായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആളുകൾ വീണ്ടും വീഴും. എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻസ് ഒക്കെ. അത് മൊത്തത്തിൽ അവരെ പറയല്ല, പക്ഷെ അവിടുത്തെ ആളുകളുടെ അറിയാലോ, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യം നോക്കിയാലും എക്കോണമി നോക്കിയാലൊക്കെ അവസ്ഥ അങ്ങനെയാണ്. അപ്പൊ അതിലവർ വീണു പോകും. അപ്പൊ അവര് മാറാതെ ഒന്നും മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മളെ അവസ്ഥ ഇപ്പൊ എന്താണ്, നമ്മളെയും വല്ലാണ്ട് പറയാനൊന്നും പറ്റില്ല. ഞാൻ ഈ രീതിയിൽ പറയുന്നുണ്ടോ, എനിക്ക് അങ്ങനെ ഫീൽ എനിക്കറിയില്ല. പക്ഷെ നമ്മളിവിടെ എടുത്തു പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ ഇപ്പൊ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പൊ എല്ലാവരും കണക്കാണ്. വെറുതെ നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടല്ല, ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പൊതുവെ സൗമ്യനായിട്ടുള്ള ഒരാളാണ്. അതെ, അദ്ദേഹം പറയേണ്ട സമയത്ത് വല്ലപ്പോഴും ഒക്കെ ഹാർഡായിട്ട് സംസാരിക്കാറുള്ളൂ. അതിപ്പോ കുറച്ചായിട്ട് പൊളിറ്റിക്കലി പറയേണ്ട സമയം നിവൃത്തിയില്ലാത്തതുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ്. പറയുന്നില്ല എന്നുള്ള വിമർശനം 4 കൂടുന്നു ഒരുപാടുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഒരു പക്ക രാഷ്ട്രീയ നേതാവായി നല്ല രീതിയിലേക്ക് ഇപ്പൊ പോകുന്നുണ്ട്. ഓൾമോസ്റ്റ് അയാള് ആയിട്ടുണ്ട്. അതായത് ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയാകണോ ആ രീതിയിലേക്ക് ഇപ്പോ നിലവിൽ ആള് കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു പോകുന്നുണ്ട്. കാരണം പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉള്ള ആളായത് കൊണ്ടാണ് അദ്ദേഹം അത് പറയാതെ. പക്ഷെ കേരളത്തിലാണെങ്കിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തിന് എത്രയോ പരിപാടിയുണ്ട്. ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല, അങ്ങനെ വിളിച്ചില്ല, അങ്ങോട്ട് വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്
അവർ തന്നെ അത് വിവാദമാക്കും. ഇത് അതെ. രാഹുൽ ഗാന്ധി ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം സൗമ്യനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് അലോട്ട് ചെയ്ത സീറ്റിൽ അദ്ദേഹം പോയി ഇരുന്നു. അത് കഴിഞ്ഞു, അദ്ദേഹം എണീറ്റ് പോയി. പക്ഷെ ഈ വാർത്ത, ഇതിന്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നപ്പോഴാണ് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന ഈ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആളുകളുടെ ഒക്കെ പുറകിലായിരിക്കുന്നത്, അത്രയും പുറകിലിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് അവര് ഈ പറയുന്ന രീതിയിൽ പ്രചരിച്ചു. മനഃപൂർവ്വം അല്ലാതെ എങ്ങനെയാണോ? അത് മറന്നു പോകുന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു നേതാവല്ലല്ലോ, പ്രതിപക്ഷ നേതാവല്ലേ, എങ്ങനെ മറന്നു പോകില്ലല്ലോ. അങ്ങനെ നടക്കോ? ഇല്ല. സീറ്റ് അറേഞ്ച് ചെയ്തു. ഒരിക്കലും മറന്നു പോകില്ല. എങ്ങനെ മറന്നു പോവാ? പക്ക രാഷ്ട്രീയമാണ്. അതെ, പക്ക രാഷ്ട്രീയം, അല്ലാതെ ഒന്നുമില്ല. രാഷ്ട്രീയപരമായ തീരുമാനം മാത്രമേ ഉള്ളൂ അതില്. എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം? ഈ പറഞ്ഞ പോലെ ഫ്രീഡം കിട്ടിയ ദിവസം പേടി അവർക്ക് പണ്ട് മുതലേ ഉണ്ട്. ഒരു രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ ഒരു ഫേസ് ഉണ്ടല്ലോ. അതെ 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 അതെ. ഫേസ് ഇവരിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണ്ടെന്നുള്ളത്. ഈവൻ വയനാട്ടിലാണെങ്കിൽ പോലും സംഭവിച്ചിട്ടുള്ളതാണ്. പുള്ളിക്കാരന് ഒരു ഫേസ് ഉണ്ട്, ജയിക്കുമായിരിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആവണത്, ഇത്രയും വലിയ വിജയം ഉണ്ടാവണത്? അത് പുള്ളിക്കാരനുള്ള ഫേസ് തന്നെയാണ്. ഒരു ഗാന്ധി എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് തന്നെയാണ് സംഭവം. പക്ഷെ അത് എന്താ ചെയ്യാ, അത് കുറച്ചൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭയങ്കര ശക്തമായിട്ട് സംസാരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇവരുടെ ഒന്നും പിടിച്ചു വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരൊക്കെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അത്രയും സൗകര്യം, അത്രേ ഉള്ളൂ. ചോദിച്ചാൽ തന്നെ നടക്കില്ല. കാരണം ഈ പറഞ്ഞ പോലെ രാജ്യഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യഭരണമല്ല, രാജഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവന്മാർ കുറെ രാജാക്കന്മാരും അവരുടെ കുറെ മന്ത്രിമാരും ബാക്കിയുള്ളവർക്ക് അവരുടെ അടിയാളന്മാരും അടിമകളുമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് തെരുവുനായ കുറക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. ആ രീതിയിലാണ് നമ്മൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അത് മാറ്റണം. അതിന് സ്ട്രോങ് ആയിട്ട് നമ്മൾ സംസാരിക്കണം, നല്ല എതിർത്ത് നിൽക്കണം. പിന്നെ ഇവരെ എങ്ങനെയെങ്കിലും ചവിട്ടി പുറത്താക്കണം. അതാണ് വേണ്ടത്. ഈ രാഹുൽ ഗാന്ധിക്ക് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ മുന്നണിയിൽ നിന്ന് വേണ്ട വിധത്തിലുള്ള പിന്തുണ ഉണ്ടാവുന്നുണ്ട്. അതൊരു എത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മുന്നണിയാണെന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ അതിനെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാല്. കാരണം ഏത് രീതിയിലും അറിയണില്ല, ഉള്ളിൽ എന്താണെന്ന് അറിയില്ല. പക്ഷെ നമുക്കത് ഒഫീഷ്യലി ഇങ്ങനെ പറഞ്ഞ് പറയാൻ കഴിയില്ല. പക്ഷെ കണ്ടറിയണം. പക്ഷെ അവർക്ക് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിരിക്കും. പക്ഷെ എന്തായാലും ഇനി വരും വർഷങ്ങൾ അത്ര എളുപ്പത്തിൽ ഭരിക്കാൻ പറ്റുന്ന തോന്നുന്നില്ല. അത് ഉറപ്പല്ലേ. തുടക്കം മുതലേ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനോട് ഇത്ര ദേഷ്യം. കാരണം ഈ പറഞ്ഞ പോലെ അവര് ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും, എന്താ ഇയാള് വളരെ സൗമ്യരായ ആയ ഒരാള്, വേറെ ആരും ആ സ്ഥാനത്തേക്ക് വേറെ ആരും വരാതെ രാഹുൽ ഗാന്ധിന്റെ വന്നു. അതെ 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 അതെ. വോട്ടിന്റെ ഷെയറും സീറ്റിന്റെ ഷെയറും അവർക്കായിരുന്നു. എത്ര ശതമാനം ഉണ്ട് സീറ്റ് കിട്ടിയാലാണ് പ്രതിപക്ഷ നേതാവാൻ പറ്റുള്ളൂ. ഇപ്രാവശ്യം പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരു എന്താ പറയാ ഒരു ആള് വന്നപ്പോ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മടിയായിട്ട് അതിനെ കണ്ടാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു പരിപാടിക്ക് പ്രതിപക്ഷ നേതാവ് എന്ന ഒരാളെ ഇന്ത്യയിൽ ഇല്ല. മാത്രമല്ല മനഃപൂർവ്വം ചവിട്ടിത്തന്നെ ശ്രമിക്കുന്നുണ്ട് അവിടെ. അതായത് ഞങ്ങൾ ഇയാളെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ എന്നുള്ള സംഭവം ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പറഞ്ഞ പ്രോട്ടോകോൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആദ്യത്തെ മുൻനിരയിൽ നിർത്തണം. അവർക്ക് എന്ത് പ്രോട്ടോകോൾ, എന്ത് പ്രോട്ടോകോള്? എന്തായാലും ഇതൊക്കെ തിരുത്തേണ്ട സമയമായിട്ടുണ്ട്. അതിന് നമ്മൾ തന്നെ തീരുമാനിച്ചാൽ നടക്കുള്ളൂ. വേറെ ആരും തീരുമാനിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വോട്ട് ചെയ്യുന്ന ആളുകൾ, വോട്ടേഴ്സ് തന്നെ തീരുമാനിച്ചാൽ മാത്രമേ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ കയ്യിലാണ്. നമ്മളാണ് ഇവരെ ജയിപ്പിക്കുന്നത്, നമ്മളാണ് ഇവരെ തോൽപ്പിക്കേണ്ടത്, നമ്മളാണ് തെരഞ്ഞെടുക്കേണ്ടത്. ആ ബോധ്യം നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് ശരിയാവും. അല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെയും കാണേണ്ടി വരും ഇങ്ങനെയുള്ള ഓരോ തോന്നിവാസങ്ങൾ.